അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും മോളമയും കൂടി ഒരു ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞു വന്നതാണ്. അപ്പം ഒരു കിട്ടാക്കനി മേടിക്കാനായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് കിട്ടിയോ കിട്ടിയില്ലേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പെണ്ണുങ്ങളും എല്ലാ സ്ത്രീകളും സ്വർണത്തേക്കാൾ ഉപരി ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അത് മേടിക്കാനുള്ളൊരു യാത്രയായിരുന്നു ഇന്ന് ഞാനും മോളമയും കൂടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ പോയപ്പം ഉള്ള വഴിക്കുള്ള യാത്രയിലുള്ള കുറേ കാര്യങ്ങളും ഞങ്ങൾ മേടിക്കാൻ പോയ ആ സാധനം കിട്ടിയോ. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി കാണും ഇതെന്താ സംഭവം എന്ന് കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും. എന്തായാലും അത് ഞങ്ങൾക്ക് കിട്ടിയോ എന്നൊക്കെ നമുക്കറിയാം. ഇവിടുന്ന് 30-35 കിലോമീറ്റർ ഉണ്ടല്ലേ. 30-35 കിലോമീറ്ററുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലെ കുറേ മനോഹരമായ കാഴ്ചയും നമ്മുടെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ മുറ്റം കെട്ടും നമ്മുടെ കാർ പോർച്ചിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 3-4 മേസ്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവർ പണിയെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു. ശ്രീകുട്ടനും പൊന്നും കുട്ടാവും ഒക്കെ വിളിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ ഓർഡർ ഇടുന്നു. ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളവരെ വീഡിയോ കോളിലൂടെ ഓരോ കാഴ്ചകളും ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളും അവരെ വിളിച്ച് കാണിക്കും. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മുടെ സ്വന്തമുള്ള ഒരു അറിവും കാര്യങ്ങളും ഒക്കെ വെച്ച് മുറ്റം പരമാവധി വീതിയിൽ നമുക്ക് കുറേ വണ്ടികൾ വന്നാൽ നമുക്ക് കയറ്റാവുന്ന രീതിയിൽ പിന്നെ നമുക്കൊരു ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഉൾക്കൊള്ളാൻ നമ്മുടെ ഫ്രണ്ട് വശം മുറ്റം ഇച്ചിരി ഇടകുറവായതുകൊണ്ട് നമ്മളപ്പുറത്തോട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അതിർത്തി തീർത്ത് കെട്ടി നല്ല വൃത്തിയായിട്ട് എടുക്കാനുള്ളൊരു സംവിധാനമാണ് ചെയ്യുന്നത്. കാര്യം നല്ല പൈസ മുടക്കുണ്ട് കേട്ടോ. നല്ല പൈസ മുടക്കിയുള്ള ഒരു പരിപാടി തന്നെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ ആലോചിച്ചൊരു കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇത് ചെയ്യുമ്പം നമുക്കത് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കാമെന്ന് വെച്ചു. കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി കൂടെ കഴിഞ്ഞാൽ ഈ കാർ പോർച്ച് ഉണ്ടാക്കി അതിൻ്റെ ഇൻ്റർലോക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലും കയ്യൊക്കെ വീശി പിന്നെ ചുമ്മാ കസേരയിൽ ഞാനും മോളമയും കൂടി ഇരുന്നാൽ മതി എന്നൊക്കെയാണ് പിള്ളേർ പറഞ്ഞേക്കുന്നത്. ഞങ്ങളങ്ങനെ ഇരിക്കുമൊന്നുമില്ല അല്ലേ. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. നല്ല നല്ല വിശേഷങ്ങളായിരിക്കും. അപ്പം ഓടിപ്പോയി നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയോ. ഞാനും മോളമയും കൂടെ രാവിലെ ഇറങ്ങിയതാണ്. ഇന്നൊരു യാത്രയാവട്ടെ. ഞങ്ങൾക്ക് പീരുമേട് വരെ പോകണം. കുറേ കാര്യങ്ങളുണ്ട്. ഗ്യാസിൻ്റെ നമ്മുടെ ബുക്കൊന്നും പതിപ്പിക്കുന്നില്ലായിരുന്നു കുറേ ആയിട്ട്. നമ്മൾ ഈ അല്ലാതെ കൊണ്ടുവരുന്ന വണ്ടിക്കാരോടൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബുക്കൊക്കെ പതിപ്പിക്കണം. ഇപ്പം ഗ്യാസൊക്കെ നമ്മുടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏലപ്പാറ എത്തിയതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ നല്ല രസമാട്ടോ. ഇവിടെ പുതിയ കുറേ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ഏലപ്പാറ ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് പോകുന്നേ ഉള്ളൂ. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗണേ. ഇതുണ്ടോ, പുതിയ ടവറൊക്കെ പണിയുന്നുണ്ട്. ഇവിടെ നിന്നാൽ നല്ല മനോഹരമായ കാഴ്ച. അതായത് വാഗമണ്ണ് റൂട്ടാണ്. ഏലപ്പാറ വാഗമണ്ണ് റൂട്ട്. അതഴേന്ന് വണ്ടി വരുന്നുണ്ട്. നല്ല രസമാണ് വളഞ്ഞ് കിടക്കുന്നത്. ഇപ്പോഴും ഒരു പുഴ പോലൊരു സംഭവമുണ്ട്. ഒരു തോടുണ്ട്. നിറഞ്ഞാണ് കിടക്കുന്ന വെള്ളം കേട്ടോ. ഈ കൊടും വേനക്കുവേ നല്ല കാഴ്ചയാണ്. എല്ലാ വണ്ടിക്കാരും നാട്ടിൻപുറത്തുനിന്ന് കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് വണ്ടി നിർത്തി ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടേ പോകുള്ളൂ കേട്ടോ. കുറേ നേരം ഇവിടെ വിശ്രമിച്ച് പകലായി കഴിഞ്ഞാൽ കുറേ ഐസ് കച്ചവടക്കാരും കുറേ ആൾക്കാരും ഒക്കെ വരും. അതുപോലെ തോട്ടം തൊഴിലാളികൾ രാവിലെ കുളുന്ത് എല്ലാം എടുക്കുന്നുണ്ടേ. കുറേ പേരുണ്ട്. എല്ലാം പെണ്ണുങ്ങളാണ്. ഒരു ചേട്ടനുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം പെണ്ണുങ്ങളാണ്. അവർ രാവിലെ അവരുടെ ജീവിതമാർഗം
ഒരാൾ താഴേന്ന് കയറി വരുന്നുണ്ട്. കൊടുംവേനക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അനുഗ്രഹം ഒരു ഭയങ്കരം തന്നെയാണ് കേട്ടോ. ആ തോടിപ്പോഴും ഒഴുക്കുള്ള ഒരു ചെറിയ തോടാണ്. നല്ല രസമുണ്ട് കാണാൻ. മോളമ്മ പോയി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽപ്പുണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? ഒത്തിരി പരിപാടികൾ വരുന്നുണ്ടല്ലേ? ടവറിൻ്റെ ആണോ? താഴെ ഒരെണ്ണം വരുന്നുണ്ട്, ചെറുത്. ആ അതെ കട്ട് ചെയ്ത് എടുക്കുവാണേ. അവർക്ക് ഇപ്പോൾ ഒത്തിരി സംവിധാനമുണ്ട്. മിഷൻ വെച്ചെടുക്കാം, കൈ വെച്ചെടുക്കുന്നവരുണ്ട്. ആ അതെ, ഇത്ര കിലോ എടുക്കണമെന്നങ്ങാണ്ടൊക്കെ ഉണ്ടേ, ഒരു കണക്കുണ്ട്. അതിൻ്റെ 8 കിലോയ്ക്ക് മുകളിലൊക്കെ എടുത്താലേ അവർക്ക് അത് കഴിഞ്ഞ് ഇച്ചിരി പൈസയൊക്കെ കൂടുതൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ടായി രാവിലെയൊക്കെ ഇറങ്ങി അവരെടുക്കുന്നത്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ മോശമാണ്. ആ വെയിലേ താങ്ങാൻ പറ്റുകയില്ല കേട്ടോ ഈ തൊഴിലാളികളുടെ കാര്യം. പിന്നെ ഈ വിഷത്തിൻ്റെ മണവും ഈ തേയിലയ്ക്കൊക്കെ ശരിക്കും വിഷമൊക്കെ അടിക്കും. അക്കരെയൊക്കെ തേയില വെച്ചേക്കുന്നുണ്ട്. എന്നാ നല്ല കാഴ്ചയാണ്. നല്ല പ്ലാനിങ് ആണേ. റൗണ്ട് ചെയ്ത് അതിനകത്തൂടെ മൊത്തം വണ്ടികൾ കയറി പോകുന്ന വഴി, നല്ല കാഴ്ചകളാണ്. അതേ അക്കരെ അങ്ങ് ദൂരെ കണ്ടോ തൊഴിലാളികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകൾ. വളരെ രസകരമായ കാഴ്ചകളാണ്. ഇന്ന് വലിയ ചൂടായില്ല, വെയിൽ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ അല്ലേ? ഇതൊരു വാഴയാണ് കേട്ടോ. അത് ഈ പ്രാവശ്യം പൂത്തിട്ടില്ല. അല്ലെങ്കിൽ അത് നല്ല പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. അവിടുന്ന് വളഞ്ഞ് കറങ്ങി ഒരു ബസ് വരുന്നുണ്ടേ. രസമാണ്. നമ്മുടെ ഈ വഴിക്ക് വണ്ടികൾ പോകുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ്. കാരണം ഹൈ റേഞ്ചിലെ വഴി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുവാണ് കേട്ടോ. ഇച്ചിരി ശ്രദ്ധ വേണം. താഴെ നിന്നൊക്കെ അല്ലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ട്രാൻസ്പോർട്ട് അപ്പൊ നമ്മള് എവിടെ പോവാ? നമ്മളിന്ന് പീരുമേട് വരെ പോവാണ്. നമ്മുടെ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യാൻ പോവാ. നമ്മുടെ ഫോണിൽ ബുക്ക് ചെയ്തിട്ട് അത് ശരിയായില്ല. ബുക്ക് ചെയ്യുന്ന കറക്റ്റാണെന്നാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് കുക്കി വന്നില്ല. അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകാൻ പോവാ. ആധാറും ഒക്കെ ആയിട്ടേ പോയി അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ പണിക്കാരൻ ചേട്ടന്മാർ വന്നില്ലായിരുന്നു. എന്നാൽ ആ സമയം നോക്കി ഞാനും കുട്ടനും കൂടെ ആ ബുക്കൊന്ന് റെഡിയാക്കി കിട്ടുവാണെങ്കിൽ ഒരു കുറ്റിയും മേടിച്ചോണ്ട് വേണം വരാൻ. അതിന് വേണ്ടിയാണ് പോകുന്നത്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുട്ടിക്കാനം കഴിഞ്ഞു കേട്ടോ. കുട്ടിക്കാനം കഴിഞ്ഞു പീരുമേട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറി. കുട്ടിക്കാനം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയ പിന്നെ വലിയ അധികം വണ്ടിയില്ല. ഒരു വനപ്രദേശം പോലുള്ള പ്രദേശമാണ്. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു പെട്ടിവണ്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൻ സൈഡും തരികയില്ല, കയറി പോകാനും സമ്മതിക്കുന്നില്ല. കുറേ നേരമായിട്ട് കുട്ടേന്ന് ഇങ്ങനെ അവൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് കയറാനായിട്ട് നോക്കുക, നടക്കുന്നില്ല കേട്ടോ. വളവല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കയറാനും പറ്റുന്നില്ല. അന്നേരം പീരുമേട് ഗ്യാസ് ഓഫീസിൽ വന്നു കേട്ടോ. ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഒരു കുറ്റിയൊക്കെ വാങ്ങിച്ചു. ഒരെണ്ണം കിട്ടി. ഓ, ബുക്ക് ചെയ്തിട്ടേ ശരിയായില്ലായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് 150 കുറ്റിയോളം ഇപ്പം വന്നിട്ടുണ്ട്. ആദ്യം വരുന്നവർക്ക് കൊടുക്കും. ഇന്നലെ ഉണ്ടല്ലോ 3-4 കുറ്റി കിട്ടാതെ കുറേ ചേട്ടന്മാർ തിരിച്ചു പോയി. രാവിലെ വന്നിട്ട് കിട്ടുള്ളൂ. എന്നാണെങ്കിലും ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ വന്നപ്പം രാവിലെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കുറ്റി കിട്ടി, സന്തോഷമായി അല്ലേ? എനിക്ക് കുറ്റി ഉണ്ടെന്ന് പറയുമ്പം തന്നെ എനിക്ക് സന്തോഷമായി. ഒത്തിരി പേര് രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്നവരാട്ടോ. എന്തോരോ ആൾക്കാരാണ് വന്ന് ക്യൂ നിൽക്കുന്നതെന്ന്. ഒത്തിരി ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പം തൊട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരുകളാണ് കേട്ടോ.
ഓട്ടോയും കൊണ്ട് വന്ന് ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം നമ്മൾ പെരുമേടിനൊക്കെ പോയിട്ട് വന്നു. ഇച്ചിരി മീനും സവോള ഉള്ളിയൊക്കെ കുറച്ച് സാധനം മേടിച്ചു. കുട്ടേട്ടൻ ഗ്യാസ് ഊറ്റി എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി. അയ്യോ, അതുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇപ്പം നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു ഗ്യാസ് ഊറ്റി കിട്ടുന്നതാ അല്ലേ? അതെ അതെ, നമ്മക്കെന്നല്ല കേരളത്തിലെ എല്ലായിടത്തെയും പെണ്ണുങ്ങൾക്ക് ഒരു കുറ്റി ഗ്യാസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോകാൻ്റെ സ്വർണം കിട്ടുന്നവരെ അല്ലേ? അപ്പോൾ നമ്മുടെ തീർന്നായിരുന്നു. നമ്മുടെ ബുക്കൊന്നും പതിപ്പിച്ചിരുന്നില്ലായിരുന്നു, വരുന്ന വണ്ടിക്കാരോടൊക്കെ എടുത്തോണ്ടിരുന്നു. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. ഇപ്പം വണ്ടിക്കാരെയും കാണാനില്ല. പീരുമേട് പോയി കുറ്റി ബുക്കൊക്കെ പതിപ്പിച്ച് എന്തായാലും ഭാഗ്യത്തിനൊന്നും കിട്ടി അല്ലേ? ഇന്നവിടെ വന്നു. ഇന്നലെ 2-3 ചേട്ടന്മാർ തിരിച്ചു പോയെന്നാണ് അവിടെ പറയുന്ന കേട്ടത്. വന്ന വണ്ടിയെല്ലാം തീർന്നു പോയി. ഇന്ന് തന്നെയാണെങ്കിലും രാവിലെ ഒരു ലോഡ് വന്നു. 150 കുറ്റിയോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു 250 പേരോട് നിൽപ്പുമുണ്ട്. രാവിലെ പോയതുകൊണ്ട് വലിയ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അതെ ഇങ്ങ് അറ്റത്ത് വഴിയിലെല്ലാം ക്യൂ നിൽക്കുക. അതേനേ, വണ്ടി കൊണ്ടുപോയി ഇടാനുള്ള ഇടയില്ല. എന്തായാലും ഒരു കുറ്റി ഗ്യാസിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നത്. ഒരു ചേച്ചി അവിടെ എൻ്റെ ഫ്രണ്ട് ക്യൂവിൽ നിന്നൊരു ചേച്ചി പറയുവാണേ, അമ്മ ഞാൻ രാവിലെ തേയിലക്കാട്ടിൽ പോകുന്നതാ, രാവിലെ ഏറ്റൊരു ഗ്യാസ് ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ചോണ്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നേ എന്നൊക്കെ പറയുമായിരുന്നു. എന്നോട് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് ഉപയോഗിച്ച് പഠിച്ചതുകൊണ്ടാണ് കേട്ടോ. നമ്മളെന്നാ ഒരു 20 കൊല്ലമായുള്ളൂ അല്ലേ? നമുക്ക് ഒരു ഗ്യാസ് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടല്ലോ ഒരു 5 മാസം 6 മാസമൊക്കെ നിൽക്കുമായിരുന്നു. അന്നേരം നമ്മൾ കൂടുതലും വിറക് തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിറക് ഞാൻ ഈ യുദ്ധം വരുന്നതിന് ഒരു 2 മാസം മുമ്പേ വിറക് കയറി അടിക്കുകയായിരുന്നു. അതെ നമുക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ ചായ ചെറിയ എന്തെങ്കിലും ചൂടുവെള്ളം അങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ട് പെട്ടെന്ന് നടക്കില്ല. 2-3 മിനിറ്റ് താമസം വരും, ഒരു 5 മിനിറ്റ് താമസം വരും. അതേ ഉള്ളൂ. നമ്മൾ സ്ഥിരം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്ക് ഇതല്ലാതെ വേറെ യാതൊരു മാർഗവും അവരുടെയൊക്കെ കാര്യം കഷ്ടമാണ്. ഇന്നിപ്പം മോളമേ കൊണ്ടുപോയി ഓഫീസിൽ നിർത്തിയിട്ട് ഈ കുറ്റി ഓട്ടോയെ വെച്ച് ഞാൻ ഒരുപാട് പുറകിലാണ് കിടക്കുന്നത്. അപ്പോൾ കുറ്റിക്കാരിലും എടുത്തോണ്ട് പോകും ഇറങ്ങി ഞാൻ പോയാൽ. അപ്പോൾ ഞാനങ്ങനെ കുറേ നേരം എടുത്തിട്ട് എനിക്ക് ദാഹിച്ചിട്ട് ഒരു ചായ ചോദിച്ചു. ചായക്കടയിൽ ചെന്നു. അവർ പറഞ്ഞു ചായയില്ല, 10 രൂപയുടെ ജ്യൂസ് അതൊക്കെ ഉള്ളൂ, നാരങ്ങ വെള്ളം. ഗ്യാസില്ലാത്തോണ്ട് ചായയില്ല. ആ അവസ്ഥയാണ് ഗ്യാസ് ഓഫീസിന്റെ വാതൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അത് നീണ്ട് ഇപ്പോൾ യുദ്ധം വീണ്ടും കൊടുമ്പിരി ഉള്ളൂല്ലേ. അങ്ങനെ ഉണ്ടെങ്കിലോ പിന്നെ ഡീസല് പെട്രോള് ഇങ്ങനെ ഇതെല്ലാം ബുദ്ധിമുട്ട് ബില്ലിംഗ് ആവും. പിന്നീട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കട്ടപ്പനയ്ക്ക് പോയപ്പം ഓട്ടോയ്ക്ക് ഡീസൽ അടിക്കാൻ കയറിയപ്പം ഇല്ലെന്ന് പറഞ്ഞു. 2 പമ്പില്ലായിരുന്നു, ഷോർട്ടേജ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലായിടത്തും ഉണ്ട് അല്ലേ? അന്നേരം ഇത് കൊണ്ട് വെക്കാം. അപ്പം രാവിലെ ഞാനും കുട്ടനും കൂടെ ഉപ്പുവ വരെ പോവുകയാണ്. നമുക്കിന്ന് പണിയാനായിട്ട് ചേട്ടന്മാരൊക്കെ 3 പേര് വന്നിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളമൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് അയക്കേണ്ട. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ കുട്ടനും കൂടി ഇത് പാഴ്സലൊക്കെ ചെയ്ത് വെച്ചു. ഇതൊക്കെ ഒരു വീടിൻ്റെ ഒരു മോഡലായിരുന്നു. ഇതിൻ്റെ മണ്ടേ ഒരു ചെറിയ പെട്ടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇത് DTDC വഴി പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. ഇതിപ്പോൾ ഏലക്കായും കുരുമുളക് വാളംപൊടി കുടംപൊടി ഇത്ര ഐറ്റമാണ് ഈ പെട്ടിക്കകത്ത്. ഇത് നമുക്ക് ഛത്തീസ്ഗഡ് അവിടെയാണ് ഈ പെട്ടി പോകേണ്ട കേട്ടോ. അവിടോട്ടുള്ള പെട്ടിയാണ്. എന്താ ഇന്ന് 1 മണിയാകുമ്പോഴത്തേന് പോസ്റ്റ് മെയിൽ എടുക്കാനായിട്ട് വണ്ടി വരുമല്ലോ. ഇത് അതിനിപ്പുറം കൊണ്ട് അടയ്ക്കണം. ഞാൻ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഓടി ഇങ്ങോട്ട് കയറി പെട്ടെന്ന് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഈ അണയ്ക്കുന്ന പോലെ വർത്താനം പറയുന്നത് കേട്ടോ. എല്ലാവരും ഓർക്കും മോളം തന്നെ ശ്വാസം മുട്ടി വർത്താനം പറയുന്നതാണ്. പെരക്കകത്ത് കൂടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ. ഓരോ പണികൾ ചെയ്തിട്ട് ഓടി വന്നിട്ട് ഓരോന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അണയ്ക്കുമല്ലോ. അതുകൊണ്ട് അണയ്ക്കുന്ന കേട്ടോ. ആരും ഒന്നും വിചാരിക്കില്ല. എന്താ ഇതൊക്കെ കൊണ്ടുവന്ന് അയച്ചിട്ട് വരാം. സമയം പോകുന്നതിനിപ്പുറം ഏകദേശം 12 മണി ആകാറായി. ഇപ്പം ഇനി അവിടെ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോൾ ചെല്ലുമ്പോഴല്ലോ ഭയങ്കര താമസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇത് കൊടുത്തിട്ട് പോരത്തേ ഉള്ളൂ. ഇവിടെ പണിക്കാരൻ ചേട്ടന്മാരും ഉണ്ടല്ലോ. എന്നാൽ അവർക്ക് ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കാനായാലും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കയറി പോരും. എന്നാൽ നമുക്ക് 2 പേർക്കൂടെ പോയിട്ട് വരാം അല്ലേ? രാവിലെ നമ്മുടെ പണിയൊക്കെ കാണാനായിട്ടും നമ്മുടെ മിറ്റമൊക്കെ കെട്ടുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാനൊക്കെ ആയിട്ട് അതിൽ തീർത്താണ് കെട്ടുന്നത്. രാധമ്മ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഭയങ്കര വെയിലല്ലേ? അതേന്നേ, ഒരു രക്ഷയില്ല. പണിക്കാരെ സമ്മതിക്കണം. അവർ നിന്ന് പാവങ്ങൾ വെയിൽ കൊണ്ട്
അല്ലേ? രാധമ്മ ഒത്തിരി ദിവസമായിരുന്നു ഇങ്ങോട്ട് കയറി വന്നിട്ട്. 5-8 മാസമായി. 5-8 മാസമായി ഇങ്ങോട്ട് കയറി വന്നിട്ട്. ഇനിയിപ്പം പണിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനൊക്കെ ആയിട്ട് കയറി വന്നതാണ്. വിശേഷം ഒന്നുമില്ല, ഇവിടെ പണി നടക്കുമല്ലേ, അതുകൊണ്ട് തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് രാധപൂട്ടിലോട്ടെന്നൊക്കെ വിഷുവിനൊന്ന് ഇറങ്ങിപ്പോയതാണ് ഞാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോയില്ല. കുട്ടേട്ടൻ രാവിലെ പോയി അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നു ഓട്ടോയ്ക്ക്. എന്നാൽ വാ കയറി. അപ്പോൾ ഒത്തിരി ദിവസം കൂടി രാധമ്മ കയറി വന്ന കേട്ടോ. മാളക്കുട്ടി പോയി കഴിഞ്ഞ് ഒരു പ്രാവശ്യം മാളക്കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി വന്നതാണ് രാധമ്മ. കൊച്ചില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സില്ല. പിന്നെ ശ്രീകുട്ടനൊക്കെ ഉണ്ടെങ്കിൽ രാധമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സുള്ളൂ. ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, എന്നെ വന്നിട്ട് പോകാനെന്ന് ഓർക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാധമ്മ എന്നെ വിളിക്കും, ഞാൻ അന്നേരം ഇറങ്ങി അങ്ങോട്ട് പോകാറാണ് പതിവ്. ഇന്നിപ്പം നമ്മുടെ വഴിപണിയൊക്കെ എവിടം വരെ ആയെന്നും ഒക്കെ ഒന്ന് അറിയാനും ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് കയറി വന്നതാണ്. രാധമ്മയ്ക്ക് ആ പാട്ട് ക്ഷീണം കേട്ടോ. രാധമ്മ ഈ അടുത്തിടെയും കൊണ്ട് തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. കാലിനും മുട്ടിനും ഒക്കെ വേദനയാണ്, ഭയങ്കര ക്ഷീണത്തിലിരിക്കുന്നു. ഇവിടെ വന്നിട്ടാണല്ലോ എന്നോട് പറയുന്നത് എനിക്ക് ശരീരത്തിനൊക്കെ അപ്പടി ക്ഷീണം കാരണം ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൈക്ക് വേദനയാണ്, ശരീരത്തിന് വേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അന്നേരം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറയുമായിരുന്നു പെരയൊക്കെ ഉറങ്ങിയ പോലെ തോന്നുന്നു, മാളക്കുട്ടിയൊക്കെ ഉണ്ടേലേ ഇവിടെ ഒരു അനക്കമുള്ളൂ, ഇപ്പം പെരയ്ക്കകത്തോട്ട് കയറിയിട്ട് ഒരു അനക്കമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കൊച്ചില്ലാത്തൊരു സങ്കടം ഉണ്ടോ അമ്മേ? കൊച്ചില്ലാത്തോണ്ടാകാൻ വരാത്ത, കൊച്ചും മോനും ഒക്കെ ഇല്ലാത്തോണ്ടാ വരാത്ത. പിന്നെ ഞാനിന്ന് പിന്നെ ഒരു സംഘത്തിന്റെ കമ്മിറ്റിക്കായിട്ട് ഇവിടെ അടുത്ത് വരെ വന്നായിരുന്നു. വന്നതാ. അന്നേരം എന്നാ ഇവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോയേക്കാന്ന് വെച്ചു. കയറിയിട്ട് പോരാന്നും പറഞ്ഞു പോകുന്ന. അന്നേരം അമ്മയ്ക്ക് സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഇവിടെ അടുത്തൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. അന്നേരം എന്നെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറി വന്നതാണ്. അമ്മ എപ്പടി കറുത്തു പോയി കേട്ടോ, തൊഴിലുറപ്പിന് പോയിട്ടാന്ന് തോന്നുന്നു. തൊഴിലുറപ്പിന് പോകും, പറമ്പിലൊക്കെ ഓരോ പണികളും കാര്യം അടങ്ങിയിരിക്കത്തേ ഇല്ല. പറമ്പിലൊക്കെ പോയി ഓരോന്ന് കുഴിച്ചു വെക്കുന്ന സമയമൊക്കെ അല്ലേ ഇപ്പം. എല്ലാം നട്ടോ? 5-6 ഇഞ്ചി നട്ടു. പിന്നെ തോമരയും പയറും ഒക്കെ നട്ടു. അതൊക്കെ നട്ടോ? എല്ലാം നട്ടു. ഇന്നലെ 10ാമതേ അല്ലായിരുന്നു. ആണോ? എല്ലാം ഇന്നലെ നട്ടു. ദൈവമേ, 10ാമതേതിന് ഞാനും അതൊക്കെ നടണമെന്ന് ഓർത്തു. പക്ഷെ പെരപണിയല്ല, അല്ലെ വഴിയുടെ പണി നടക്കുന്നോണ്ടേ അതിൻ്റെ പുറകെ നടന്നുകൊണ്ട് അതൊന്നും നോക്കിയില്ല. 3-4 മൂട് ചേന ഉണ്ടായിരുന്നു, അത് ഞാൻ കുമ്പത്തിലേ നട്ടു. അത് ശരി. ഇവിടെ ഈ പ്രാവശ്യം പിന്നെ കപ്പയ്ക്ക് കിളച്ചു. അമ്മയുടെ പണിയെല്ലാം ഒതുക്കി, എൻ്റെ പണിയെല്ലാം ഒതുക്കി. നമ്മുടെ ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. അതെന്നാ അറിയാം, ഇപ്പം നമുക്ക് ഈ പണി ഈ കൃത്യസമയത്ത് വന്നോണ്ടേ അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളും നോക്കാനോ ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. അല്ലെ കുട്ടേട്ടനെല്ലാം നടുകയും പറക്കുകയൊക്കെ ചെയ്യുന്നേ. 5-6 ഇഞ്ചി വിത്തൊക്കെ നമുക്കും ഉണ്ട്, നമ്മൾ വിലയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഇന്നലെ നടണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പം നട്ടോളും, എപ്പോഴേലും സമയം പോലെ നട്ടോളും. അപ്പം നമ്മുടെ പിങ്ക് ഡെയ്സി ചെടി പൂത്തൊലഞ്ഞങ്ങനെ നിൽക്കുക കേട്ടോ. ഇതുണ്ടോ, ചെറിയ പൂക്കളാണേ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഇതിലും മുഴുത്ത പൂക്കളായിരുന്നു, ഇപ്പം തീരെ ചെറുതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് ഒരു സന്ധ്യ ആകാറായപ്പോഴത്തേനുണ്ടോ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടോ. ഒരു കൊലയിലുള്ള പൂവാണ് ഇത്രേ. ഇതുണ്ടോ, ചെറിയ ഒരു കൊലയിലുള്ളതാണ് ഈ കണ്ട പൂക്കൾ. ഇത്രയും കൊടും വെയിലത്തുവേ ഇതുപോലെ ആവിയും പരവേശമൊക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. എന്നാ ഭംഗിയാണ്, നല്ല രസമില്ലേ. അല്ല, ചെറിയ പൂക്കൾ. ഞാൻ വെയിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഇതെടുത്ത് സിറ്റൗട്ടിൻ്റെ വെയിലില്ലാത്ത ഭാഗത്തോട്ട് വെക്കും. അത് കഴിയുമ്പോൾ വെയിലൊക്കെ ആറി കഴിയുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെക്കും. എന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കിക്കൊണ്ട് നടപ്പോൾ എൻ്റെയും കുട്ടേട്ടൻ്റെയും പണി. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൻ റോസ കണ്ടോ, ഒരു കൊല അങ്ങനെ വിരിഞ്ഞ് നല്ല ഇതായിട്ട് നിൽക്കുമായിട്ടുണ്ടോ. എന്നാ ഒരു കളറാണ് നോക്കി ഇതിൻ്റെ. ഉണ്ടോ, റോസും അല്ല, ചുമലയല്ല, ഓറഞ്ചും അല്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു പ്രത്യേക ഒരു കളറാണ്. ഓറഞ്ച് പോലെ എനിക്ക് ചില സമയം തോന്നും, ചില സമയം ചുമല പോലെ തോന്നും. നല്ലൊരു കളറാണ് കേട്ടോ. കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഈ ചൂടുകാലത്ത് ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഭയങ്കര തന്നെയാണ് കേട്ടോ. നമ്മളതുപോലെ ശ്രദ്ധിക്കുന്നതെന്നാണ് ഇപ്പോഴും ഈ വേനൽക്കാലത്ത് ഈ പൂക്കളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നമുക്കും മഴ എത്തി കേട്ടോ. കുറേ ദിവസത്തെ അമിതമായ ചൂട് കാരണം കിടക്കണ്ടായിരുന്നു. എന്തായാലും ശക്തമായിട്ട് മഴയും കാറ്റുമാണ്, ഭയങ്കര കാറ്റാണ്. എനിക്ക് നമ്മുടെ കടപ്ലാവൊക്കെ നിന്ന് ആടി വിടയുന്നുണ്ട്. ആരിപ്പഴമൊക്കെ വീണായിരുന്നു. ഭയങ്കര ഇടിയാണ്, ഇടിയും കുള്ളിയാമിന്നലും.
ആഹാ, ചെടി മറിഞ്ഞു. ഭയങ്കര കാറ്റാണ്, ശക്തമായ കാറ്റാണ്. ഇങ്ങനെ കുറേ ദിവസങ്ങൾ കൂടി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു മഴയാണ് കേട്ടോ. നല്ല ശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. ഇപ്പം കുട്ടേട്ടനാണ് ഓട്ടോയിൽ കൊണ്ട് പോകുന്നത്. നമ്മുടെ ഓട്ടോ താഴെ കൊണ്ടിട്ടേക്കുമായിരുന്നു. അവിടുന്ന് ഇപ്പോഴത്തെ ഉപ്പോറ വരെ പോകട്ടോ. നമുക്ക് പുളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ചേട്ടൻ വിളിച്ചു. അതുകൊണ്ട് 10-25 കിലോ പുളി ഉപ്പോറ വന്നിരിക്കുകയാണ്. അത് എടുക്കാനായിട്ട് പോയതാണേ. നല്ല തകർപ്പലൊരു മഴ പെയ്തു കേട്ടോ. മഴ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ മേഘമൊക്കെ നല്ലതായിട്ടൊന്ന് വെളിച്ചം വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചെടിയുണ്ടല്ലോ പൊങ്ങി നിൽക്കുന്നത്, അതൊരെണ്ണം കാറ്റത്ത് മറിഞ്ഞങ്ങ് പോയി. പിന്നെ അത് ഞാൻ നൂർത്ത് വെച്ചു. മാറ്റൊക്കെ ഞാൻ തിണ്ണേ കിടന്ന മാറ്റൊക്കെ ഉണ്ടല്ലോ ആ പെരുമഴയത്തോട്ട് എടുത്തിട്ടു. അതിന് നല്ലോണമേ ചെളി പോലോ. പിന്നെ ഞാനത് ചൂലും കൊണ്ട് അടിച്ച് വൃത്തിയാക്കി കഴുകി തോരാനായിട്ട് എടുത്തിട്ടതാണ്. ഇതുകൊണ്ടോ നമ്മുടെ വഴിയിലെ മണ്ണെല്ലാം കുറച്ച് ഒഴുകിപ്പോയി കേട്ടോ. അത് പോയാലും കുഴപ്പമൊന്നുമില്ല, മേമണ്ണ് കിടന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും കൊള്ളിയാൻ മിന്നുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട്. ഇടിമുഴക്കമൊക്കെ കേൾക്കാമല്ലോ. നല്ല മഴയായിരുന്നു. നാട്ടുമ്പുറത്തെല്ലാം നല്ല ഫസ്റ്റ് മഴ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇങ്ങോട്ട് ഇതുവരെ പെയ്തില്ലായിരുന്നു. എന്നാ ഇടിമുഴക്കമാ. കറണ്ട് പോയി കേട്ടോ. നമുക്ക് കറണ്ടില്ല. ഇനിയിപ്പോൾ എപ്പം വരുമെന്നും അറിയത്തില്ല. ഞാൻ മുമ്പേ ഒന്ന് നമ്മുടെ സിറ്റൗട്ടെല്ലാം തുടച്ചിട്ടതായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഇപ്പം കണ്ടതേ എറിച്ചിലടിച്ച് മൊത്തം ഇവിടെ എല്ലാം കുതിർന്ന്, ഇത് ഹിമാറ്റെല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുക. മൊത്തം നനഞ്ഞു. നമ്മുടെ ചെടികൾക്കെല്ലാം എറിച്ചിലടിച്ച് വെള്ളം കിട്ടി കേട്ടോ. നമ്മുടെ ഡേസി ചെടിയെല്ലാം ഒന്ന് കുതിർന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ചെടി ഇവിടോട്ട് എടുത്ത് വെച്ചതായിരുന്നേ. പക്ഷേ നല്ല ഇതായിട്ട് വെള്ളമൊക്കെ നനഞ്ഞ് ഇരിക്കുന്നത്. മഴ പെയ്തപ്പോഴത്തേന് ചെടികൾക്കൊക്കെ ഒരു ഉഷാറായി. അന്നേരം ഒരു 1/4 മണിക്കൂറോളം മഴ പെയ്തു. മഴയത്തോട് ഓടി നടന്ന് എല്ലാ പാത്രത്തിലും കുഞ്ഞ പാത്രത്തിൽ വരെ വെള്ളം പിടിച്ച് വെച്ചു കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാൽ നമുക്കിനിയിപ്പം വഴിപണിയുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം കോൺക്രീറ്റൊക്കെ കൂട്ടേണ്ടി വരും. അന്നേരം വെള്ളമില്ല, പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണ്ടേ. അതോർത്ത് ഞാൻ കുഞ്ഞ പാത്രത്തിൽ വരെ വെള്ളം പിടിച്ച് വെച്ചു. കുട്ടേട്ടനോട് പറഞ്ഞു ഇടി മിന്നുന്നുണ്ട്, കൊള്ളിയാൻ മിന്നുന്നുണ്ട്, മുറ്റത്തോട്ട് ഇറങ്ങണ്ടെന്നൊക്കെ. കുട്ടേട്ടനും പണിയായിരുന്നു കേട്ടോ. പുറയിൽ അപ്പുറത്ത് വാനം മാന്തുകയും മണ്ണും ഓരുമൊക്കെ ആയിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കയറി വന്നത്. എന്നിട്ട് കുളിക്കാനായിട്ട് കയറി. എന്നോട് പറഞ്ഞു വെള്ളമൊന്നും പിടിച്ച് വെക്കണ്ട, നമുക്ക് വെള്ളം തികഞ്ഞില്ല, മേടിക്കുക എന്നാലും ചെയ്യാം, മഴയത്തോട്ട് ഇറങ്ങണ്ട, ഇടിയൊക്കെ വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു ഒരു കുടയൊക്കെ ചൂടി മാരയൊക്കെ ഊരി വെച്ചു, ചെവിയൊക്കെ മൂടിക്കെട്ടി, എന്നിട്ട് പെയ്യെ മുറ്റത്തോട്ട് കുടയെടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് എല്ലാ ജാറും നിറച്ചും വെള്ളം പിടിച്ചു വെച്ചേ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിനൊരു ക്ഷാമം പണിയുന്ന സമയത്ത് വരികയെല്ലാം ഓർക്കുന്നത്. എന്നാന്ന് വെച്ചാൽ പണിക്കാർ വരുമ്പോൾ അവർക്ക് കൈയും കാര്യം കഴിയാനൊക്കെ വെള്ളം വേണം, ഉണ്ണാനൊക്കെ വെള്ളം വേണമല്ലോ. എല്ലാത്തിനുമുള്ള വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കോൺക്രീറ്റ് കൂട്ടാനുള്ള വെള്ളവുമായി. അതുകൊണ്ടൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വെള്ളം ഇല്ലെന്നർത്ഥം ഒരു വിഷമിച്ചിരിക്കുമായിരുന്നു. അന്നേരം ഒരു തകർപ്പൻ മഴ നമ്മുടെ ഭാഗ്യത്തിന് കിട്ടി. നല്ല മഴയായിരുന്നു കേട്ടോ. ആലിപ്പഴമാണ് പടപടന്നാ വീഴുന്നത്. ഞാനാണെ കുടയും കൊണ്ട് 2-3 ഓടി നിന്ന് പറക്കി പാത്രത്തിലോട്ട് വെച്ചു. എന്നിട്ട് അത് അരിക്കുമ്പോൾ കുടിക്കുവാണ് നല്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് 2-3 പറക്കി പാത്രത്തിൽ വെച്ചു. എന്നിട്ട് അത് അലിഞ്ഞ് കഴിഞ്ഞപ്പം 2-3 തുള്ളി കണ്ണിലൊഴിച്ചു. കണ്ണിന് കാഴ്ച കിട്ടുമെന്നൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്. നേരത്തെയൊക്കെ എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു ആലിപ്പഴത്തിൻ്റെ ആ നീര് അങ്ങ് അരുത്ത് കഴിയുമ്പോൾ വരുന്ന ആ നീരുണ്ടല്ലോ, അത് ഒരു തുള്ളി കണ്ണിലൊഴിച്ചാൽ കണ്ണിന് കാഴ്ച കൂടുമെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുകയില്ലെന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു തുള്ളി ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. അതേപ്പറ്റി അറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടണേ. പിന്നെ ഇന്നിപ്പോൾ നേരത്തെ ഇരുട്ടി കേട്ടോ. സാധാരണ ഇന്നലെ വരെ ഒരു 7-7:15 ആകുമ്പോഴത്തേനാണ് നമ്മുടെ ഇവിടെ നല്ലോണം ഇരുട്ടുന്നത്. അതുവരെ നല്ല വെട്ടമായിരിക്കും. ഇന്നിപ്പോൾ ഒരു 6:15 ആയപ്പം തന്നെ ഇരുട്ടാൻ തുടങ്ങി. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:45 ആയതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഇരുട്ടാണ്. കുട്ടേട്ടൻ ഇതുവരെ വന്നില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ചായ ഇട്ടില്ല, കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പം കുട്ടേട്ടൻ വന്നിട്ട് ചായ ഇടാൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും കടിയൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരിക്കും. എന്തായാലും ഉപ്പോറെ പോയാൽ ഞങ്ങൾ വരുമല്ലോ. എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. ബോണ്ടായോ ഉള്ളിവടയോ ഏത്തക്ക ബോളിയോ എന്തെങ്കിലും 2 മേടിച്ചുകൊണ്ട് വരാതിരിക്കുകയില്ല. എനിക്കൊരു സ്വഭാവമുണ്ടേ, വൈകിട്ടാകുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടിക്കാൻ എന്തെങ്കിലും വേണം. അത് കൊച്ചിലെ തൊട്ടുള്ള ശീലമാണ്.
അച്ഛനൊക്കെ ഉപ്പാറയിൽ പോയിട്ട് വരുമ്പോഴല്ലോ എന്തേലും ഒരു പലഹാരം മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് കൊണ്ടുവന്ന് പൊതി എൻ്റെ കയ്യിലോട്ട് തരും. എന്നാ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തിന്നു പഠിച്ചോണ്ടാന്ന് തോന്നുന്നു. ഇപ്പോഴും ആ ശീലം മാറിയിട്ടില്ല. അതുകൊണ്ട് അത് പിള്ളേർക്കും അറിയാം, കുട്ടേട്ടനും അറിയാം കേട്ടോ. ശ്രീകുട്ടനാണെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് അമ്മയ്ക്ക് എന്നാ വേണ്ടതെന്ന് വിളിച്ച് ചോദിക്കും. വിളിച്ച് ചോദിച്ചിട്ട് എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള മേടിച്ചോളാ എന്ന് പറഞ്ഞാൽ പോലും എനിക്കിഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് ഉഴുന്നുവട, ഏത്തക്ക പുളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്കിഷ്ടം കേട്ടോ. അല്ലാത്തൊന്നും എനിക്ക് വലിയ പ്രിയമില്ല. അന്നേരം എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിലും അവൻ മേടിച്ചുകൊണ്ട് വരും. പൊന്നുവാണെങ്കിലും സിറ്റിക്കൊക്കെ പോവുകയാണെങ്കിലോ നമുക്ക് എന്നാ വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അവളും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അറിയാം. എൻ്റെ മക്കൾക്ക് 3 പേർക്കും എന്താണോ അമ്മയ്ക്ക് ആവശ്യം. എനിക്ക് നമ്മൾ സാധാരണ സിറ്റിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴല്ലോ എന്തെങ്കിലും മേടിച്ചിട്ട് പോയേക്കാം. അങ്ങനെ ഓർത്ത് പല സാധനങ്ങളും മേടിക്കുന്നൊരു സ്വഭാവം അവർക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അതവർ മനസ്സിലാക്കി വെച്ചിട്ട് അതേ മേടിച്ചുകൊണ്ട് വരുള്ളൂ. 3 പേരും അങ്ങനെയാണ്. പൊന്നുവാണേലും അതെ, മോനുവാണേലും അതെ, മാളുവാണേലും അതെ. അവർക്ക് അറിയാം എൻ്റെയും കുട്ടൻ്റെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ ആ ടേസ്റ്റ് എന്നാന്ന് അവർക്കറിയാം കേട്ടോ. അവരതനുസരിച്ചേ മേടിച്ചുകൊണ്ട് വരുള്ളൂ. ഇപ്പം കുട്ടനും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കുട്ടൻ എന്തേലും വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്തേ എന്നോട് ചോദിക്കും, നിനക്ക് എന്നാ വേണ്ടേ എന്ന് ചോദിക്കും. എന്തേലും മേടിച്ചോളാൻ പറഞ്ഞാലും നിൻ്റെ ഇഷ്ടമൊക്കെ എനിക്കറിയാം കേട്ടോ, ഞാനത് മേടിച്ചുകൊണ്ട് വന്നേക്കാമെന്ന് വിളിച്ചു പറയും. ഇപ്പോൾ ആളിതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. നമ്മുടെ പുളി എടുക്കാൻ പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുളി എടുത്തുകൊണ്ട് വരാനായിട്ട് പോയേക്കുവാണ്. ഇനിയിപ്പം വരുമ്പോഴത്തേന് ചായയൊക്കെ ഇട്ട് വെക്കാം. ഇതുകൊണ്ടോ സമയം ഒരു 6:45 7 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 8 മണി 9 മണിയുടെ ഒരു ഇതായി. നല്ല ഇരുട്ട്, നല്ല കൂരിരുട്ട് കേട്ടോ. മഴ പെയ്തുകൊണ്ടാണോന്നറിയത്തില്ല, ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇരുട്ട് കയറിയത്. കിളികളൊക്കെ കൂവോ മൂങ്ങായോ ഏതാണ്ടൊക്കെ ഇരുന്ന് കൂവെന്നൊക്കെ ഉണ്ട്. മഴ പെയ്തപ്പോഴത്തേനുണ്ടല്ലോ വലിയ ചൂടങ്ങ് ഒതുങ്ങി. ഇപ്പം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാ പറഞ്ഞാലും ഇത്ര ദിവസം എന്നാ ആവിയും പരവേശമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. രാത്രിയിലും പകലും എല്ലാം ഒരുപോലെ ചൂടായിരുന്നു. നമ്മുടെ ഹൈ റേഞ്ചിലോട്ടൊന്നും ഇതുപോലെ രാത്രിയിലൊന്നും ഇതുവരെ ചൂടുണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലുള്ള ചൂടായിരുന്നു. രാത്രി ചൂട് കാരണം കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതുപോലെയായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നിടത്ത് ഭയങ്കര ചൂട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും ഉറക്കം പോലും വരികയില്ല. അതുങ്ങൾ കാർച്ചയും കൂച്ചയായിട്ട് അതങ്ങനെ അല്ലേ. എല്ലാ കുഞ്ഞു പിള്ളേരുള്ള വീടുകളിലും എല്ലാവർക്കും അറിയാം. ചൂടൊക്കെ ആകുമ്പോഴത്തേനെ അത് പറയാനറിയത്തില്ലോ, ചുമ്മാ കാറുകയല്ലേ ഉള്ളൂ. അന്നേരം ഇപ്പോൾ ഒരു മഴ എല്ലാവർക്കും കിട്ടിയത് എല്ലാ ദൈവാധീനം കൂടി. കുട്ടേട്ടൻ വന്നില്ല കേട്ടോ ഇതുവരെയായിട്ടും. എന്നാ വരാത്തതെന്ന് അറിയത്തില്ല. ഇന്നിനി വിളിച്ചു നോക്കണം. ഒത്തിരി നേരമായി പോയിട്ട്. എന്നാലും കൂട്ടുകാരെ കാണുമോ അല്ല സ്ഥലത്തിൻ്റെ കുട്ടേട്ടൻ ചെറുതായിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടേ. അന്നേരം അതിൻ്റെ ആൾക്കാരെ ആരെങ്കിലും കാണുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ മിണ്ടിയും പറഞ്ഞ് നിൽക്കുമ്പോൾ സമയം പോകുമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നു താമസിക്കുന്നത്. നമ്മുടെ ഓട്ടോ വരുന്നുണ്ട് പുളിയൊക്കെ എടുത്തുകൊണ്ട്. പുറകെ ആരും നടന്നു വരുന്നുണ്ടല്ലോ. പുറകെ ആരോ നടന്നു വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് വഴിയിലൊക്കെ ചെളിയായിട്ടുണ്ടേ. അതുകൊണ്ട് പയ്യെ വരുന്നത്.